കേരളത്തിൽ കൃഷി മാറ്റത്തിന്റെ പാതയിലൂടെ മുന്നേറുകയാണ്. സാങ്കേതിക വിദ്യകളുടെ കടന്നുകയറ്റം കാർഷിക മേഖലയുടെ മുഖച്ഛായ തന്നെ മാറ്റിയിരിക്കുകയാണ്. കർഷകരുടെ വരുമാന വർധനവിന് നൂതന സാങ്കേതിക വിദ്യകൾ കൂടി കൃഷിയിൽ ഉൾപ്പെടുത്തിയേ മതിയാകൂ. കാലം തെറ്റി പെയ്യുന്ന മഴയും കാലാവസ്ഥാ മാറ്റങ്ങളും കാർഷിക മേഖലയിൽ ഇപ്പോൾ പ്രവചനാതീതമാണ്. ഒപ്പം വർദ്ധിച്ചു വരുന്ന ചെലവും തൊഴിലാളിക്ഷാമവുമൊക്കെ കർഷകർക്ക് പൊരുത്തപ്പെടാനാവാത്ത അവസ്ഥയുമാണ്. ഇവിടെയാണ് കർഷകർക്കനുഗ്രഹമായി സൂക്ഷ്മജലസേചനങ്ങളുടെ ആവശ്യകതയേറുന്നത്. ആവശ്യമായ ജലം ആവശ്യമായ സമയത്ത് ആവശ്യമായ അളവിലെത്തിച്ചാൽ ശരിയായ രീതിയിലുള്ള ചെടികളുടെ വളർച്ചയും നല്ല വിളവും ലഭിക്കും. ജലസേചനത്തിൽ കാര്യക്ഷമത ഉറപ്പാക്കുന്നതിനായി സംസ്ഥാന കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പെർ ട്രോപ്പ് മോർ ക്രോപ്പ് പദ്ധതി ഓരോ തുള്ളി വെള്ളവും പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന ആശയത്തിൽ അധിഷ്ഠിതമാണ്. ട്രിപ്പ്, സ്പ്രിംഗ്ലർ തുടങ്ങിയ സൂക്ഷ്മ ജലസേചന സംവിധാനങ്ങൾ സർക്കാർ സബ്സിഡിയോടെ കർഷകർക്കായി ലഭ്യമാക്കുകയും കർഷക വരുമാനത്തിൽ വർധനവ് ഉറപ്പാക്കുകയുമാണ് ഈ പദ്ധതിയിലൂടെ. എറണാകുളം കൃഷി എഞ്ചിനീയറിംഗ് ഓഫീസിന്റെ സഹായത്തോടെ മഴുവന്നൂർ പഞ്ചായത്തിലെ മാടപ്പറമ്പിൽ വർഗീസ് സൂക്ഷ്മ ജലസേചന സംവിധാനങ്ങളായ സ്പ്രിംഗ്ലർ കൃഷിരീതികൾ വളരെ വിജയകരമായി നടപ്പിലാക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ. 12 ഏക്കറിലാണ് ഇവിടെ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ സ്ഥാപിച്ചിരിക്കുന്നത്. തട്ടുകളായി തിരിച്ചിരിക്കുന്ന ഈ കൃഷിയിടത്തിൽ 24,000-ഓളം ചുവട് കാപ്പിത്തൈകൾ നട്ടിട്ടുണ്ട്. റബ്ബറിന് ഇടവിളയായാണ് കോഫി അറബിക്ക എന്ന ഇനത്തിൽപ്പെട്ട കാപ്പിത്തൈകൾ പരിപാലിക്കുന്നത്. നട്ടിട്ട് 2 വർഷമായ കാപ്പിത്തൈകളാണ് ഇത്. ഏറിയ ചെടികളിലും കായ്കൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓരോ മുട്ടിലും കാപ്പിക്കുരുക്കൾ കൂട്ടമായി കിന്നാരം ചൊല്ലുകയാണ്. 3-ാം വർഷം മുതൽ പൂർണ്ണമായും വിളവെടുപ്പ് നടത്താൻ സാധിക്കും. റബ്ബർ മരങ്ങൾക്കിടയിൽ ഇടവിളയായി വളർത്തുവാൻ ഏറ്റവും അനുയോജ്യമാണ് കാപ്പി. തണൽ ആവശ്യമുള്ള കാപ്പിച്ചെടികൾക്ക് മികച്ച വിളവും ഇടവിള കൃഷിയിലൂടെ ലഭിക്കും. ഇത് ചൂരക്കുന്ന് പറഞ്ഞ മലയാണ്. ഇവിടെ റബ്ബറാണ് പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ കാപ്പി ആണ് ഇട്ടുന്നത്. ഇത് റോയൽ സെലക്ഷൻ അറബിക്ക കോഫിയാണ് നമ്മൾ പ്ലാന്റ് ചെയ്തേക്കുന്നത്. അവിടെ ഒരു 24,000 തൈകൾ നമ്മൾ നട്ടിട്ടുണ്ട്. ഇവിടെ വേനൽക്കാലത്ത് വെള്ളത്തിൻ്റെ ലഭ്യതക്കുറവുണ്ട്. എന്നാലും നമ്മൾ ഓസ് വെച്ചിട്ടാണ് നനച്ചുകൊണ്ടിരുന്നത്. ഈ കൊല്ലത്തെ ചൂട് കാരണം ഓസ് വെച്ചിട്ട് നനച്ചിട്ടും എത്താത്ത കാരണം ഞാൻ എറണാകുളത്തുള്ള കൃഷി എഞ്ചിനീയറിംഗ് ഓഫീസിൽ കോൺടാക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ സബ്സിഡി പ്രകാരം നമ്മൾ സ്പ്രിംഗ്ലറാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിത് 18 ഏക്കറിലാണ് 24,000 തൈ കാപ്പി നട്ടേക്കുന്നത്. അതിൽ 12 ഏക്കറിലാണ് നമ്മൾ സ്പ്രിംഗ്ലർ വെച്ച് ചെയ്തേക്കുന്നത്. നേരത്തെ ഒരുപാട് പണിക്കാരുടെയും തൊഴിലാളികളുടെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു ഇത് നനയ്ക്കാൻ ഒക്കെ ആയിട്ട്. പക്ഷേ ഇപ്പോൾ ഈ സ്പ്രിംഗ്ലർ വെച്ച് കഴിഞ്ഞപ്പോൾ അതിനൊത്തിരി വെള്ളത്തിൻ്റെ ലാഭമുണ്ട്. അതുപോലെ തന്നെ പണിക്കാരുടെ ലേബറും ലാഭമുണ്ട്. ഇതാകുമ്പോൾ ഒരു ഏരിയ മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് നനച്ച് തീരുകയും ചെയ്യും. അത് ചോട്ടിൽ തന്നെ എത്തി കാപ്പിക്ക് നല്ല വ്യത്യാസമുണ്ട്. നന്നായിട്ട് വെള്ളം വേണം. അങ്ങനെ ഷെയ്ഡില്ലാത്തടത്ത് ഇത് ഗുണം വരുമെന്ന് തോന്നണ്ടില്ല. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഷെയ്ഡുള്ള സ്ഥലത്ത് മാത്രമേ ഇത് വരുള്ളൂ. ഇതിനിപ്പോൾ ഞാൻ ചെയ്യുന്ന വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലപ്പിണ്ണാക്കും വേപ്പും പിണ്ണാക്കും യൂറിയയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമുക്കത് ഒരു 3 കൊല്ലമാണ് ഇതിൻ്റെ ആദ്യത്തെ വിളവ് വരിക എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിപ്പോൾ 2-2.5 കൊല്ലത്തിനുള്ളിൽ തന്നെ എനിക്ക് കാപ്പി ആയിട്ടുണ്ട്. അത് റോയൽ സെലക്ഷൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നുന്നു. ചൂരക്കുന്ന് മലനിരകൾക്കിടയിലെ 20 ഏക്കറോളമുള്ള ഭൂമിയിൽ റബ്ബറും കാപ്പിയും ഒന്നിടവിട്ട് തല ഉയർത്തി നിൽക്കുകയാണ്. മലയോര മേഖലയിലെ ഈ അമൂല്യ വിളകൾ കർഷകന്റെ മടിശീല നിറയ്ക്കുന്നതിൽ മുഖ്യ പങ്കാണ് വഹിക്കുന്നത്. ഇത്രയും വലിയ പ്രദേശത്തേക്ക് ദിവസേന നനയ്ക്കുന്നത് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാക്കിയപ്പോഴാണ് എറണാകുളം കൃഷി എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ എത്തിയതും സൂക്ഷ്മ ജലസേചന സാധ്യതകളും സർക്കാർ സബ്സിഡിയുടെയും വിവരങ്ങൾ മനസ്സിലാക്കുന്നതും. കൃഷി കൂടുതൽ സുഗമമാക്കുവാനും ചെലവ് നിയന്ത്രിക്കാനും PDMC പദ്ധതിയിലൂടെ കഴിഞ്ഞു. 5000 ലിറ്റർ സംഭരണശേഷിയുള്ള 2 വലിയ ടാങ്കുകളാണ് ഇവിടുത്തെ പ്രധാന ജലസംഭരണി. ഈ സംഭരണിയിൽ നിന്നാണ് മൈക്രോ ഇറിഗേഷൻ വഴി 12 ഏക്കറിലേക്കും ജലസേചനം നടത്തുന്നത്. അമിതമായുള്ള ജലനഷ്ടം തടയുവാനും തൈകളുടെ ചുവട്ടിൽ തന്നെ കൃത്യമായി ജലം എത്തിക്കുന്നതിനും സ്പ്രിംഗ്ലർ കൃഷിരീതി സഹായകരമാകുന്നുണ്ട്. അനാവശ്യ ജലനഷ്ടം ഒഴിവാക്കി ചെടികളുടെ ചുവട്ടിൽ തന്നെ ആവശ്യമായ തോതിൽ ജലം നൽകി
വിളകളുടെ വളർച്ച മെച്ചപ്പെടുത്തുവാനും ഉത്പാദനം വർദ്ധിപ്പിക്കുവാനും മൈക്രോ ഇറിഗേഷനിലൂടെ സഹായിക്കുന്നു. സ്വാഭാവിക മഴ പോലെ തന്നെ കൃഷിയിടത്തിൽ അനുഭവപ്പെടുകയാണ് സ്പ്രിംഗ്ലർ ജലസേചന സംവിധാനങ്ങളിലൂടെ. ധാന്യവിളകൾ, കാപ്പി, തെങ്ങ്, ഫലവൃക്ഷവിളകൾ, പുൽകൃഷി, നഴ്സറികൾ തുടങ്ങിയവയ്ക്ക് വളരെ അനുയോജ്യമാണ് സ്പ്രിംഗ്ലർ കൃഷിരീതികൾ. ജലസേചനത്തോടൊപ്പം വളസേചനവും മൈക്രോ ഇറിഗേഷനിലൂടെ നൽകാൻ പറ്റുമെന്നതും ഇതിന്റെ മേന്മയാണ്. പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് എന്ന നൂതന ജലസേചന പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ഈ പദ്ധതി പ്രകാരം കർഷകന് സൂക്ഷ്മ ജലസേചന പദ്ധതി നടപ്പിലാക്കുന്നതിനായിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ്. സുസ്ഥിര കൃഷി, ജലസംരക്ഷണം, ഉയർന്ന ഉൽപാദനം എന്നിവ മുൻനിർത്തിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ കർഷകന് നൂതന കൃഷി സമ്പ്രദായങ്ങളിലേക്ക് ഏർപ്പെടുന്നതിന് വേണ്ടി കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് ഇത്. കേന്ദ്രവും സംസ്ഥാനവും 60%, 40% എന്ന നിരക്കിൽ സാമ്പത്തിക സഹായം നൽകി വരുന്നുണ്ട്. 5 ഹെക്ടർ വരെയുള്ള ഭൂമിക്ക് ഈ സാമ്പത്തിക സഹായം ലഭിക്കും. 45% മുതൽ 55% പദ്ധതി ചെലവിൻ്റെ തുകയാണ് സബ്സിഡിയായി നൽകി വരുന്നത്. 2 ഹെക്ടർ വരെയുള്ള കർഷകന് 55%, അതിനു മുകളിൽ 45% നൽകി വരുന്നുണ്ട്. ഇനി പദ്ധതി ചെലവെന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വിളകളുടെ അകലം, അവരവലംബിക്കുന്ന കൃഷി രീതി, അത് സ്പ്രിംഗ്ലർ ആണോ ഡ്രിപ്പ് ആണോ എന്നനുസരിച്ചായിരിക്കും. അത് സർക്കാർ ഒരു നിശ്ചിത നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് ആനുപാതികമായിട്ടാണ് കർഷകന് കൊടുത്തു വരുന്നത്. അത് കൂടാതെ തന്നെ കേര കർഷകർക്ക് 30% അധിക സബ്സിഡി നൽകുന്നുണ്ട്. പിന്നെ ഓട്ടോമേഷൻ സംവിധാനമാണ് ഏർപ്പെടുന്നവർക്കാണെങ്കിൽ ഹെക്ടറിന് 40,000 രൂപ വരെ അധികം കൊടുക്കുന്നുണ്ട്. പിന്നെ FRA പട്ടയം അവ കൈവശമുള്ളവർക്ക് 90% വരെ ധനസഹായം നൽകി വരുന്നുണ്ട്. നമ്മൾ എറണാകുളം ജില്ലയിൽ കാക്കനാടുള്ള കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്നാണ് നടപ്പിലാക്കി വരുന്നത്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അപേക്ഷ സ്വീകരിച്ചു വരുന്നുണ്ട്. ഇപ്പം ഓഫ്ലൈനായിട്ടാണ് അപേക്ഷ സ്വീകരിക്കണമെങ്കിൽ അടുത്ത കൃഷിഭവനായിട്ടോ കൃഷി എഞ്ചിനീയറുടെ ഓഫീസായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ആവശ്യമായ രേഖകൾ എന്ന് പറഞ്ഞാൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, തനത് വർഷത്തെ കരം തീർത്ത രസീത്, ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ്, ആധാർ കാർഡ്, അതുകൂടാതെ കൃഷി ഓഫീസറുടെ ഒരു സാക്ഷ്യപത്രം കൂടി വേണം. 7 വർഷത്തിനിടയിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വേറെ ആനുകൂല്യങ്ങളൊന്നും നൽകിയിട്ടില്ലെന്നൊരു സാക്ഷ്യപത്രം കൂടി കൃഷിഭവനിൽ നിന്ന് വാങ്ങിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ഈ പദ്ധതിക്കായിട്ട് കുറേ ഡീലർമാർക്ക് പെർമിറ്റ് നൽകിയിട്ടുണ്ട്. അവരിൽ പെർമിറ്റുള്ള ഏതെങ്കിലും ഡീലറെ സമീപിച്ച് പ്ലോട്ട് അവർ കർഷകന് എസ്റ്റിമേറ്റ് തയ്യാറാക്കാവുന്നതാണ്. അവർ പ്ലോട്ട് വന്ന് സന്ദർശിച്ച എസ്റ്റിമേറ്റും കൊട്ടേഷനും നമ്മുടെ ഓഫീസിൽ സമർപ്പിക്കുന്നതനുസരിച്ച് നമ്മൾ പെർമിറ്റ് നൽകുന്നതായിരിക്കും. അതിനുശേഷം പ്രവൃത്തി പൂർത്തീകരിച്ച് ഡീലറുടെ സാക്ഷ്യപത്രവും സഹിതം ഓഫീസിൽ ഹാജരാക്കിയാൽ നമ്മുടെ ഈ സാമ്പത്തിക ആനുകൂല്യങ്ങൾ എത്രയും പെട്ടെന്ന് നൽകുന്നതാണ്. പമ്പ് സെറ്റുകൾക്കായിട്ട് 50% വരെ മാക്സിമം 15,000 രൂപയുടെ ധനസഹായം നൽകുന്നുണ്ട്. അതുപോലെ നിലവിലുള്ള ജലസ്രോതസ് നവീകരിക്കുന്നതിനായിട്ടും ബോർവെൽ വയ്ക്കുന്നതിനായിട്ടും സഹായം നൽകി വരുന്നു. 1 ഏക്കറിന് ഏകദേശം 38,000 രൂപ സ്പ്രിംഗ്ലർ കൃഷിരീതിക്കായി ചെലവ് വന്നിട്ടുണ്ട്. എറണാകുളം കൃഷി എഞ്ചിനീയറിംഗ് ഓഫീസിന്റെ സഹായത്താൽ PDMC പദ്ധതി പ്രകാരം ലഭിച്ച സബ്സിഡിയിലൂടെയാണ് ഇത്തരം സാങ്കേതിക വിദ്യകൾ കൃഷിയിൽ പരീക്ഷിക്കുന്നതിനും വിജയകരമായ മാതൃക തീർക്കുവാനും ഒപ്പം ചെലവ് നിയന്ത്രിക്കുവാനും കഴിഞ്ഞത്. ഇവിടെ നമ്മൾ സുജി ഇറിഗേഷൻ എന്ന കമ്പനിയുടെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഇറിഗേഷൻ എല്ലാം ചെയ്തിരിക്കുന്നത്. വർഗീസ് സാറിൻ്റെ ഏകദേശം 12 ഏക്കറുള്ള സ്ഥലത്ത് നമ്മൾ സ്പ്രിംഗ്ലർ ഇറിഗേഷനാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ബോർവെല്ലിൽ നിന്ന് ഏകദേശം 5000 ലിറ്റർ ടാങ്കിൽ വെള്ളം കൊണ്ടുവന്ന് നിറച്ച് അതിനകത്തുനിന്ന് 2 ഇഞ്ച് HDP ഉപയോഗിച്ച് മെയിൻ ലൈനായിട്ട് ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ 1.5 ഇഞ്ചാണ് സബ് ലൈൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സബ് ലൈനിൽ നിന്ന് 20 mm LLDP ഉപയോഗിച്ച് 200 LPH മൈക്രോ സ്പ്രിംഗ്ലറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ വെള്ളത്തിന് ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് നമ്മൾ റബ്ബറിനും കാപ്പിക്കും ഏകദേശം നന കിട്ടത്തക്ക രീതിയിൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാപ്പിക്ക് ഏകദേശം 5 ലിറ്ററോളം വെള്ളം മതിയാവും. എങ്കിലും നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ പറമ്പിലൂടെ എല്ലാം കൂടുതൽ പൈപ്പുകൾ വരുന്നതുകൊണ്ട് നമ്മൾ സ്പ്രിംഗ്ലറാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ നമ്മൾ ഇറിഗേഷൻ ഓട്ടോമേഷനും അതുപോലെ മോട്ടോർ പമ്പിൻ്റെ സപ്ലൈയും ചെയ്യുന്നുണ്ട്. ഓരോ തോട്ടത്തിനും അനുയോജ്യമായ രീതിയിലാണ് ഇറിഗേഷൻ പ്രവർത്തികൾ ചെയ്യുന്നത്. ഉയർന്ന നിലവാരമുള്ള HDPE, LDPE പൈപ്പുകൾ ഉപയോഗിച്ചും ഓരോ ഭാഗത്തേക്കും ജലസേചനം എത്തിക്കുന്നതിനായി വാൽവുകളും ക്രമീകരിച്ചാണ് പൈപ്പ് ലൈനുകൾ തയ്യാറാക്കുന്നത്. ഗുണമേന്മയേറിയ മെറ്റീരിയലുകൾ സ്ഥാപിക്കുന്നതിലൂടെ ജലസേചനം സുഗമമാക്കുന്നതിനും ദീർഘകാലം പ്രവർത്തിക്കുന്നതിനും സഹായകരമാകും.
നമ്മുടെ ഈ സ്കീം പ്രകാരം നമുക്ക് ഇറിഗേഷൻ സിസ്റ്റം 2 രീതിയിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണത്. അതായത് ഒന്ന് ഡ്രിപ്പും ഒന്ന് സ്പ്രിംഗ്ലറും. അതിൽ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് സ്പ്രിംഗ്ലർ സിസ്റ്റം ആണ്, അതായത് മൈക്രോ സ്പ്രിംഗ്ലർ. നമുക്ക് വേറൊരു ടൈപ്പ് ഉണ്ട്, മിനി. അത് ഇച്ചിരൂടെ ഡയമീറ്റർ കൂടിയ ടൈപ്പാണ്. പിന്നെ നമ്മളിപ്പോൾ ഡ്രിപ്പ് നമ്മൾ മെയിനായിട്ട് ഡ്രിപ്പാണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യണത്. കാരണം അതിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് നമുക്ക് ഒരു വിളയ്ക്ക് വേണ്ട അളവിൽ വെള്ളം കൃത്യസമയത്ത് നമുക്ക് അതിന് വേണ്ട രീതിയിൽ തന്നെ, അതായത് ആവശ്യമായ അളവിൽ തന്നെ നമുക്കത് കൊടുക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ലേബർ ചാർജ് അതിൽ വളരെയധികം നമുക്ക് കുറഞ്ഞു കിട്ടും. കാരണം മാനുവലായിട്ട് നമ്മളൊരു സ്ഥലം നനയ്ക്കുന്നതും ഈ ഡ്രിപ്പ് വഴി നമ്മൾ ഡയറക്റ്റ്ലി അത് ഒരു പ്ലാന്റിൻ്റെ ചോട്ടിലോട്ട് എത്തിക്കുന്നത് തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഡ്രിപ്പാണ് നമ്മൾ കൂടുതലും പ്രൊമോട്ട് ചെയ്യണത്. നമ്മൾ ഡ്രിപ്പ് ചെയ്യുന്നതിന് വേറൊരു ഗുണം കൂടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ വെള്ളം പോകുന്ന അതേ ലൈനിൽ കൂടെ തന്നെ നമുക്ക് വളവും കയറ്റിവിടാൻ പറ്റും. അതായത് ഫെർട്ടിഗേഷൻ യൂണിറ്റ് എന്നാണ് നമ്മൾ അതിന് പറയണത്. അതായത് നമ്മളിപ്പോൾ നമുക്ക് വേണ്ട വളം അത് നമുക്ക് ഒരു ഫെർട്ടിഗേഷൻ യൂണിറ്റ് വഴി ഡയറക്റ്റ് വെള്ളം പോകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വളം അതിലൂടെ കയറ്റിവിടാം. അതാണ് ഡ്രിപ്പിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓരോ തുള്ളിയിലും ഒത്തിരി വിളവ് എന്ന ആശയവുമായി പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് എന്ന പദ്ധതി കർഷക ഹൃദയം കവർന്നിരിക്കുകയാണ്. സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടം കാർഷിക മേഖലയിലും നടപ്പിലാക്കുന്നത് കർഷകർക്ക് അനുഗ്രഹമാണ്. കടുത്ത വേനലിനെ അതിജീവിച്ച് പച്ചപ്പ് ചൊരിഞ്ഞ് തല ഉയർത്തി നിൽക്കുന്ന കൃഷിയിടങ്ങൾക്കായി ഇത്തരം സാങ്കേതിക വിദ്യകൾ നടപ്പിലാക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വർഗീസ് 9447799093, JK എന്റർപ്രൈസസ് 7994646261.